സ്പീക്കർ എന്ന് പറഞ്ഞ ഒരു കോന്തനെ അവിടെ ഇരുത്തല്ലേ? നാണോ മാനോ ഉണ്ടോ ഇവന്മാർക്ക് ആർക്കും? സർ എന്ന് പറഞ്ഞിട്ട് എന്താണ് അയാൾക്ക് ഇസറ് കൂടുന്നത്? ഏറ്റവും നല്ല സന്യാസിയായിട്ടിരുന്ന ഒരുത്തനായിട്ടാണ് ഗാന്ധിയെ കാണിച്ചിട്ടുള്ളത്. സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് നിരന്തരം സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വതന്ത്ര ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ മൈത്രേയൻ. ദൈവം, മതം, പരിസ്ഥിതിവാദം, ശാസ്ത്രം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും വളരെ ആഴത്തിൽ സംസാരിക്കുന്ന ശ്രീ മൈത്രേയനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഇതുപോലുള്ള സംസാരം തന്നെയാണ് വിശേഷമായിട്ടുള്ളത്. യാത്രയാണ് മുഴുവൻ സമയം. യാത്ര എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരെ, പരിചയമില്ലാത്തവർ അവരിങ്ങനെ എന്നെ വിളിക്കും, അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാവുന്ന. അങ്ങനെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ വളരെ ആഘോഷമായി കാണുന്ന ഒരാളാണ് താങ്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ വിചാരം തെറ്റാണോ? ജീവിതത്തിനെ ആഘോഷമുണ്ട്. ജീവിതമാണ് ആകെ ആഘോഷിക്കാനുള്ളതെന്ന് അറിയുന്ന ആളാണ്. മറ്റെന്താണ് നമുക്കുള്ളത്? ജീവിതം തന്നെയാണ്. ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷം. ജീവിതത്തിനോളം രസകരമായ മറ്റൊന്നുമില്ല. അപ്പോൾ ഇന്ന് ജീവിക്കാൻ വേണ്ടി എന്ന പേരിൽ പലരും പെടാപ്പാട് വിടുകയാണ്. പല ബിസിനസ്സുകൾ ചെയ്യുന്നു, തകർന്നടിയുന്നു, മനസ്സമാധാനമില്ലാതെ കിടന്നുറങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ജീവിക്കാൻ പല രീതിയുണ്ട്. അവരവർ ജനിച്ചു വളരുന്ന നാട്ടിനകത്തെ ഭാഷ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. അത് നമ്മുടെ ഒരു ചോയ്സ് ഒന്നുമല്ല. നമ്മുടെ ചുറ്റുപാടിനോട് ബന്ധപ്പെട്ട് നമ്മളെന്താണോ മനസ്സിലാക്കുന്നത് അതൊക്കെ തന്നെ ജീവിക്കും. അവിടെ വാഴ ഉണ്ട്, വേറെ എത്രയോ വട്ട, ഇപ്പം നമ്മൾ നിൽക്കുന്ന വലിയ റെയിൻ ട്രീ എന്ന് പറയുന്ന വലിയ മരം, ഇതെല്ലാം വ്യത്യസ്തമായിട്ടല്ലേ ജീവിക്കും. അവർ പെടാപ്പാടൊന്നും പെടുന്നില്ല. അവരവർക്ക് അറിയാവുന്ന രീതിയിൽ ജീവിക്കുക മാത്രമാണ്. അപ്പോൾ മനുഷ്യർ അങ്ങനെ തന്നെയുള്ളു. നമ്മൾ ഈ പെടാപ്പാട് പെടുന്നു എന്നൊക്കെ പറയുന്നത് ജീവിതത്തിനെപ്പറ്റി അറിഞ്ഞൂടാതെ ഒരു ജീവിതം വലിയ ദുഃഖമാണെന്ന് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ദുഃഖകരമായ ഒരു പ്രവൃത്തിയാണെന്ന്, ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ആവശ്യമെന്ന് പഠിപ്പിക്കുന്ന ഒരു തത്വചിന്ത ലോകത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ലോകവീക്ഷണത്തിൽ നിന്നാണ് ജീവിതം ദുഃഖമാണെന്നും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പല വഴിയുണ്ടെന്ന് പഠിപ്പിച്ച മതവിശ്വാസങ്ങൾ മുഴുവൻ അതാണ്. ഈ ജീവിതം ദുഃഖമാണെന്ന് പഠിപ്പിക്കുക. അങ്ങനെയല്ല നമ്മളിന്നത് മനസ്സിലാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും രസകരമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകാൻ ആഗ്രഹിക്കാറ്. ഇപ്പോൾ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നവരോ, കൈവല്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവരോ, സ്വർഗത്തിലെത്തിച്ചേരാൻ ശ്രമിക്കുന്നവരോട് അന്നാ മരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? ഇല്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ജീവിതത്തിനോടും രസകരമായ മറ്റൊന്നും നമുക്ക് അനുഭവിക്കാനോ അറിയാനോ ഇല്ല. അത് രസകരമായി ജീവിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രം. അത് ജീവിതത്തിന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ സന്തോഷം നമ്മുടെ എല്ലാം ജീവിതത്തിൽ തന്നെ ഉണ്ട്, നമ്മളത് കണ്ടെത്തുന്നില്ല എന്നായിരിക്കണം അല്ലേ? അല്ല, എല്ലാവർക്കും ഉണ്ട്. അത് സന്തോഷിക്കാനായിട്ട് കഴിയാതെ പോലെ ഈ ജീവിതത്തിനെ പറ്റി ഇവിടുന്ന് രക്ഷപ്പെടുന്ന യുക്തികൾ പഠിപ്പിച്ചത് കാരണം കൊണ്ടാണ് ദുഃഖിക്കുന്നത്. മറ്റ് ജീവികളെല്ലാം ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ജീവിക്കുന്നത് ദുഃഖകരമായ ഒരു പ്രവൃത്തിയാണെന്നാണ് മനസ്സിലാക്കിയത്, പഠിപ്പിച്ചത്, പറഞ്ഞു തന്നത്. മരണാനന്തരം ഒരു സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്ന വഴിയാണ്. വിഡ്ഢിത്തമല്ലേ? അത് വേറെ വിഷയമാണ്. വിഡ്ഢിത്തമാണോ ഇല്ലോ എന്നുള്ളത്. അങ്ങനെ പഠിപ്പിച്ചത് വഴിയാണ് ജീവിതത്തിനെ രസകരമായിട്ട് ജീവിക്കാൻ പറ്റാതായിപ്പോയത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും മരണാനന്തരം ജീവിക്കാനായിട്ടുള്ള ഒരു ഇടപാടായിട്ട് അതിനെ അധപ്പതിപ്പിച്ചു കളഞ്ഞു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഏറ്റവും രസകരമായിട്ടിരിക്കുന്നത്. ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുമ്പോഴും ഇത് പഠിപ്പിച്ച് ജീവിക്കുമ്പോൾ വലിയ ദുഃഖം അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത്, ഇത് ദുഃഖകരമാണ് എന്ന് പഠിപ്പിക്കുന്ന വഴിയൊക്കെയാണ് ഈ ആത്മഹത്യയിൽ പോലും മനുഷ്യരെത്തിയത്. അത് ആ ജീവിത വീക്ഷണം കൊണ്ടാണ് നമ്മൾ. അതേ സമയത്ത് ഇപ്പം നമ്മൾ ഒരു മല കയറാൻ പോകും. മല കയറുന്നത് നമ്മൾ തീരുമാനിച്ചതാണ്. അപ്പോൾ അതിനകത്ത് കയറുന്ന സമയത്ത് അവിടെ പാറയുണ്ടെന്നോ പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടാണെന്നോ ഉള്ള ഒന്നുമല്ല. അതാണ് ചലഞ്ചായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പം ജീവിതത്തിന് മല കയറുന്ന പോലെ ചലഞ്ച് പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ല. കാരണം കഴിയുന്നത്രയും ബുദ്ധിമുട്ടുള്ള മല കയറുമ്പോഴാണ് സന്തോഷം കൂടുതൽ കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പം ജീവിക്കുന്നത് ദുഃഖകരമായ ഒരു അനുഭവമല്ല. അതിനെ ഏറ്റവും ആഴത്തിലും പരപ്പിലും ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സ്കൂൾ തലം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് അല്ലേ? വീട്ടിൽ തുടങ്ങേണ്ടതാണ്. പക്ഷേ വീട്ടിനകത്ത് ആ അറിവില്ല. ഈ രക്ഷപ്പെടുന്ന യുക്തിയാണ്. അതുകൊണ്ടാണ് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നതായി മാറിയത്.
ഇവിടുന്ന് രക്ഷപ്പെടാനാണ്. അത് നോക്കിയാൽ മതി. എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു. സ്വദേശം ഇതല്ലെന്നാണ്, ട്രെയിനിങ് സെൻ്റർ ആണെന്നാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇടത്താവളം, ജീവിതം ഒരു ഇടത്താവളമായിട്ട് കാണുന്ന ലോകവീക്ഷണമാണ് നമുക്ക് ഏറ്റവും ദ്രോഹം ചെയ്തിട്ടുള്ളത്. ജീവിതത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ജീവിതത്തിന് രക്ഷപ്പെടുന്ന യുക്തികളാണ്. അപ്പോൾ പലതരത്തിൽ രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് മനുഷ്യർ ആലോചിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും, അതുകൊണ്ടാണ് നമ്മൾ മതിലൊക്കെ കെട്ടി കഥ അടച്ച് അകത്തിരിക്കാൻ ബാധ്യത വന്നത്. എല്ലാവരും രക്ഷപ്പെടുന്നതിനാണ്. അപ്പോൾ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അഭിപ്രായം, ഇപ്പോൾ പണ്ട് കാലത്ത് ഇത് കുറവായിരുന്നു. കാരണം മതിലൊന്നും പണ്ട് കാലത്ത് അല്ല, മതിൽ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം, സാമ്പത്തികമുള്ള അല്ല, അതിനുള്ള അറിവില്ലായിരുന്നു, അതുകൊണ്ട് കെട്ടാതിരുന്നെന്നുള്ളതേ ഉള്ളൂ. തോക്കും വെട്ടുകത്തിയൊക്കെ നമ്മൾ കുന്തമൊക്കെ കണ്ടുപിടിച്ച് അമ്പും മില്ലും ഒക്കെ കണ്ടുപിടിച്ച് തന്നെയല്ലേ ഇരിക്കും. വളരെ ഹോസ്റ്റൈലായ ഒരു ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് പകരം ജീവിതത്തിനെ സ്വീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി ഇണക്കാനും ചുറ്റുപാടിനോട് ഇണങ്ങാനുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെ താങ്കളുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അല്ല, എന്തുകൊണ്ട്? അവർ ജീവിതത്തിനെ മനസ്സിലാക്കുന്നതാണ് വ്യത്യാസം. അല്ല, ദാമ്പത്യ ജീവിത പ്രശ്നമൊന്നുമില്ല. നമ്മൾ പണ്ട് കാലത്ത് അധികാരമുള്ളവർ ഭരിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ലോകത്തേക്ക് മാറി എന്ന് അറിഞ്ഞുകൂടാത്തവരാണ് ഞാൻ പറയുന്ന പ്രശ്നമൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ ഇണയെ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പില്ലാത്ത പഴയകാല ലോകമാണ്. വീട്ടുകാരും നാട്ടുകാരും അധികാരികളും കൂടെ തീരുമാനിച്ച് നമ്മളെ വിവാഹിതരാക്കിക്കൊണ്ടിരുന്ന ലോകത്തു നിന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഇണകളെ കണ്ടെത്തുന്ന ലോകത്തേക്ക് മാറി എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അറിഞ്ഞുകൂടായ്മ മാത്രമാണ് ഞാനും ഇവിടെ ഉള്ളവരും തമ്മിലുള്ള അഭിപ്രായം. അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാടും ഇല്ലാതെ അത് മനസ്സിലാവുകയും ചെയ്യും. തിരഞ്ഞെടുപ്പാണ്. നമ്മൾ പണ്ട് രാജാവിനെ തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. ഇല്ല. ഇപ്പം നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാണ് ഇതെല്ലാം ക്രമീകരണം വരുത്തുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതിന് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് പകരം നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ, നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്താണ് അവരെ ഇവിടെ. ഒരു ഡിവിഷൻ ഓഫ് ലേബർ മാത്രം, അവരെ ഭരിക്കാനല്ല വിട്ടിട്ടുള്ളത്. നമ്മുടെ ഇടയിലെ ക്രമീകരണം വരുത്തുന്നതിനും സേവനം നൽകുന്നതിനുമാണ് നമ്മൾ അവരെ വിട്ടത്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ? ദുരുപയോഗമല്ല, അവർക്ക് അറിഞ്ഞുകൂടാ, ഈ തിരഞ്ഞെടുത്തവർക്കും അറിഞ്ഞുകൂടാ. ഇതിന് ഒരുങ്ങിയിട്ടില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്, നിങ്ങളുടെ ജനപ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും അയാൾ വോട്ട് കിട്ടി ജയിച്ചാൽ അയാൾ ഭരണാധികാരിയായി മാറിയെന്നാണ് വിചാരിക്കുന്നത്. അതാണ് പ്രശ്നം. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ചുമക്കേണ്ട, അല്ലെങ്കിൽ അയാളുടെയും കുടുംബത്തെയും എല്ലാ സൗകര്യങ്ങളും കൂടി ചുമക്കേണ്ട ബാധ്യത അല്ല. വോട്ട് ചെയ്ത് വിട്ട് അതൊന്നും അല്ല ഡിസ്കഷൻ. ഞാൻ അതേ അല്ല ഡിസ്കഷൻ. നിങ്ങൾ ആരെ തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുക്കുന്നവർക്ക് ഇതെല്ലാം ഉണ്ടാവും. അതിന് മാറ്റം വരാൻ പോകുന്നില്ല. അവർ മാറ്റം വരുന്നതല്ല, അതല്ല പറയുന്നത്. അയാൾ സ്വാസ്ഥ്യമുള്ള ആളായിട്ടിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ജനാധിപത്യത്തിനകത്ത് ഒരാളെ തിരഞ്ഞെടുത്താൽ അയാൾ വീടെല്ലാം വിട്ടുപോകേണ്ട ഒരാളാണ്. ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്താൽ അയാളുടെ വീട്ടിലുള്ളവരെ എല്ലാം നോക്കേണ്ട ചുമതല ഈ തിരഞ്ഞെടുത്തവരുടെ തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഇവിടെ പണ്ടത്തെ മോഡലെന്ന് പറഞ്ഞാൽ ഒഴിവുകാല വിനോദമുള്ള പണക്കാരായിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ആയവരെന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളുടെ മോഡൽ. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഗാന്ധി എല്ലാവർക്കും വേണ്ടി ജീവിക്കുമ്പോൾ അയാൾ വീട് നോക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ്, മക്കളെ വളർത്തിയിട്ടില്ലെന്ന് പറയണം. അത് കൊള്ളാത്ത ഒരച്ഛനാണ്, നല്ല രാഷ്ട്രപിതാവല്ലത്. അങ്ങനെ ഒരു പിതാവിനെ ആവശ്യം നമുക്കില്ല. ജനപ്രതിനിധികളാണ്. അവർക്ക് വീട്ടുകാരെല്ലാം ഉണ്ട്, അവർ വീട്ടിൽ കഴിയുകയും വേണം. വീട്ടുകാരുടെ ചിലവ് അവർ പൊതുവായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കുക തന്നെ വേണം. ഒരു സംശയം വേണ്ട. ഇത് പറയാതെ അയാൾ എവിടുന്നോ ആകാശത്തു നിന്ന് ഇത് ചെയ്യണമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ആ വിചാരിക്കുന്നത് ഈ പഴയകാല രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള സാമൂഹ്യ പ്രവർത്തകരെ പറ്റിയുള്ള തെറ്റായ ധാരണ കൊണ്ട് പറയുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അവർക്ക് അനുവദനീയമായതിൽ കവിഞ്ഞവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് അഴിമതിയുടെ കാര്യം പറയുന്നത്. അത് ഇത് നമ്മൾ കൂട്ടിക്കുഴച്ചുവിടാം. അവരുടെ ചിലവ് മുഴുവൻ വഹിക്കേണ്ടതാണ്. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഒരു ബാങ്ക് ഓഫീസർ
ബാങ്ക് ഓഫീസർ ചെയ്യുന്ന സമയത്ത് അയാളുടെ വീട്ടുകാരുടെ കാര്യം മുഴുവൻ കൊടുക്കുന്ന ശമ്പളം കൊടുത്തേ പറ്റൂ. അയാൾക്ക് ഫാമിലി വേജാണ് കൊടുക്കുന്നത്, അത് അല്ലാതെ അയാളുടെ ചെലവിനുള്ള പൈസ അല്ല കൊടുക്കുന്നത്. ജനപ്രതിനിധികൾക്കും അങ്ങനെ തന്നെയാണ്. ഇതിനകത്തൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. അത് ചെയ്യാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അമൂർത്തമായ ആരോ ചെയ്യുന്നെന്നുള്ള വിചാരം കൊണ്ടാണ് ആ തെറ്റായ നിലപാട് വരുന്നത്. അതല്ല പറയുന്നത്. അയാളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്. കാരണം അയാൾ പൊതുവായ ഒരു കാര്യത്തിന് മാറുന്നത് കൊണ്ട് അയാളുടെ ആവശ്യത്തിന് മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റൂ. രാഷ്ട്രീയ പ്രവർത്തകനാണോ അയാൾ, കണിശമായിട്ട് അയാളുടെ എല്ലാ ചിലവും മറ്റുള്ളവർ കൊടുക്കുക. കാരണം അയാൾ അതിനു വേണ്ടി മാറാൻ ബാധ്യത വരും. അപ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റും. അതിന് പകരം അത് കൊടുക്കാതിരിക്കുകയും അത് കഴിഞ്ഞ് അയാൾക്ക് ജീവിക്കാൻ അയാൾ വഴി എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന തരത്തിലുള്ള കള്ളത്തരം ചെയ്യാൻ അയാളെ ബാധ്യതപ്പെടുത്തുന്നിടത്താണ്. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങളെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടേ ഇല്ല ജനാധിപത്യം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ മോഡൽ എന്താണ്? സന്യാസികളാണ് അവരുടെ മോഡൽ. സന്യാസികൾ ആരുടെ ചിലവിലാണ് കഴിഞ്ഞത്? ജനങ്ങളുടെ ചിലവ്. അപ്പോൾ പിന്നെന്താ ഈ ചർച്ച?